ഈസ്റ്റ് തിമോറിലൂടെയുള്ള സഞ്ചാരത്തിലാണ് ഞാൻ. തിമോറിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൾനാടുകളിലൂടെയുള്ള യാത്ര. ഈ യാത്രക്കിടയിൽ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ ബൗക്കാവു എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുകയാണ്. ബൗക്കൌ എന്ന് തദ്ദേശീയരും ബൗക്കാവു എന്ന് പോർച്ചുഗീസ് ഭാഷയിലും പറയുന്ന സ്ഥലം. ഇതുവരെ വന്നത് വളരെ മനോഹരമായ ഹൈവേയിലൂടെ ആയിരുന്നെങ്കിൽ ബൗക്കാവു നഗരത്തോട് അടുക്കുന്നതോടുകൂടി റോഡിന്റെ നിലവാരമൊക്കെ തീരെ മോശമാകുന്നു. നമ്മുടെ കേരളത്തിലെ ഏതോ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്ന മട്ടിൽ മാവും വാഴയും തെങ്ങുമൊക്കെ നിൽക്കുന്ന പുരയിടങ്ങൾ. പാറക്കെട്ടുകളുടെ വശത്തുകൂടി വെട്ടിയുരുക്കിയ പാത. വലതുവശത്ത് കാണുന്ന പാറക്കൂട്ടം ലാവ ഒഴുകി ഉറഞ്ഞുകൂടി ഉണ്ടായതാണ്. ഇടതുവശമാകട്ടെ ഒരു ഗർത്തമാണ്. അവിടെയും വൃക്ഷലതാദികൾ വളരുന്നുണ്ടെങ്കിലും പാറക്കൂട്ടങ്ങളാണത്. ലാവ ഉറഞ്ഞുണ്ടായ പാറയുടെ വിടവുകളിലാണ് ഈ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത്. അതിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരം വൃക്ഷലതാദികളുമുണ്ട്. നഗരത്തോടടുക്കുകയാണ്. ഏകദേശം 122 കിലോമീറ്റർ യാത്ര ചെയ്താണ് ദില്ലിയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈസ്റ്റ് തിമോറിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമാണ് ബൗക്കാവു. 16,000 മേലെയാണ് ഇവിടുത്തെ ജനസംഖ്യ. കടൽ തീരത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് ഈ നഗരം. ഈ ഇടതുവശത്ത് കാണുന്നതൊക്കെ ഇവിടുത്തെ ചെറുകിട വ്യവസായശാലകളാണ്. ചെറിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ. മലമുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങകലെ കടൽ കാണാം. ഞങ്ങൾ ബൗക്കാവു നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. നേരെ മുന്നിൽ കാണുന്നത് ബൗക്കാവു കത്തീഡ്രലാണ്. മുന്നോട്ടു പോകുമ്പോൾ ഇടതുവശത്ത് കാണുന്നത് പോർച്ചുഗീസ് കാലത്തെ ഒരു നിർമ്മിതിയാണ്. പണ്ടത്തെ ഒരു മാർക്കറ്റായിരുന്നു. ഇപ്പോൾ അത് ഒരു പ്രാദേശിക കൺവെൻഷൻ സെന്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നാളെ രാവിലെ അതിനകത്തൊന്ന് കയറണം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു വീടിന്റെ സമീപം ഒരു ഉമാലുളിക് കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി. മുൻപ് ഒരു ഗ്രാമത്തിൽ കണ്ടതാണ്. ഉമാലുളിക് എന്നാൽ വിശുദ്ധ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവരുടെ പൂർവികരുടെ സ്മരണകൾ ഉറങ്ങുന്ന, പാരമ്പര്യത്തിന്റെ പ്രതീകമായ ആയുധങ്ങളും പൂജാദ്രവ്യങ്ങളും അനുഷ്ഠാനത്തിനുള്ള ഉപകരണങ്ങളുമെല്ലാം സൂക്ഷിക്കുന്ന ഗ്രാമീണർ ഒത്തുചേരുന്ന പാരമ്പര്യ ഭവനം. അതാണ് ഉമാലുളിക്. വീണ്ടും കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്യുമ്പോഴേക്കും ബൗക്കാവുവിലെ ചന്തയിലേക്കെത്തുന്നു. വഴിയോരത്ത് സാധനങ്ങൾ നിരത്തിവെച്ച് സ്ത്രീകൾ നിരന്നിരുന്ന് കച്ചവടം നടത്തുന്ന ഒരു ചന്ത. സന്ധ്യാനേരത്തും ഇത് സജീവമാണ്. ടാർ ചെയ്യാത്ത മൺപാതകൾ, തകരം മേഞ്ഞ ചെറിയ കടകളും ഇവിടെയുണ്ട്. 1-2 കിലോമീറ്റർ നീളത്തിൽ ഈ ചന്ത അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു ഭാഗത്തെ ചന്ത അടച്ചു കഴിഞ്ഞു. ആ ഭാഗം വിജനമായിരിക്കുന്നു. വീണ്ടും കുറച്ചുകൂടി ചെന്നു കഴിയുമ്പോൾ പച്ചക്കറികളുടെയും മത്സ്യമാംസാദികളുടെയും ഒക്കെ കടകൾ പല ഭാഗത്തും കാണാം. ബൗക്കാവുവിലെ പ്രധാന മെക്കാഡോ അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഭാഗമാണ്. 1999 വരെ പോർച്ചുഗീസുകാരുടെ പാരമ്പര്യത്തിൽ നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങളുള്ളൊരു നഗരമായിരുന്നു ബൗക്കാവു. എന്നാൽ 99-ൽ ഇവിടെ വലിയ അക്രമങ്ങൾ ഉണ്ടായപ്പോൾ ഇന്തോനേഷ്യൻ പട്ടാളം അത് ആകെ തകർത്തുകളഞ്ഞു. 1975 മുതൽ 2002 വരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു, ഏറ്റുമുട്ടലുകളായിരുന്നു. അതിനെ അടിച്ചൊതുക്കാൻ വേണ്ടി ഇന്തോനേഷ്യൻ പട്ടാളം വ്യാപകമായി ഇവിടെ ആക്രമണം നടത്തി. ഈസ്റ്റ് തിമോർ എന്ന പ്രദേശം ഇന്തോനേഷ്യയുടെ ഭാഗമാക്കി നിലനിർത്താൻ ഇന്തോനേഷ്യയും ഇന്തോനേഷ്യൻ പട്ടാളവും ക്രിസ്ത്യാനികൾ 97% ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ തിമോറി ജനതയും തമ്മിൽ നടന്ന നീണ്ട പോരാട്ടത്തിന്റെ ഒരു കഥയുണ്ട് ഈസ്റ്റ് തിമോറിന്. 1.5 ലക്ഷത്തിലേറെ ജനങ്ങൾ കൊല്ലപ്പെട്ട ഒരു പോരാട്ടം. അങ്ങനെ ചെല്ലുമ്പോൾ നേരെ മുന്നിൽ കാണുന്ന ആ പിങ്ക് കെട്ടിടമാണ് നമ്മുടെ ഹോട്ടൽ. പൗസാദ ഡെ ബൗക്കാവു എന്നറിയപ്പെടുന്ന ആ കെട്ടിടം പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഒരു ഹോട്ടലാണ്. അതിന്റെ പിൻഭാഗത്ത് ഒരു ആധുനിക നിർമ്മിതിയുണ്ട്. അത് പുതിയൊരു ബ്ലോക്കാണ്. അവിടെയാണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന ഹോട്ടൽ. പഴയ കെട്ടിടത്തിലാണ് റിസപ്ഷനൊക്കെ. ബിജുവാണ് എനിക്ക് വേണ്ടി ദില്ലിയിൽ നിന്ന് ഈ ഹോട്ടൽ ഇന്നത്തേക്ക് ബുക്ക് ചെയ്തു തന്നത്. ഞാൻ ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പഴയ കെട്ടിടത്തിലേക്ക് നടന്നു. അതിന്റെ തിണ്ണയിൽ നിന്നാൽ താഴെ തെരുവ് കാണാം. തെരുവിൽ വൈകുന്നേരത്തെ ആളനക്കമൊക്കെ കാണാം. അങ്ങകലെ കടൽ കാണാം. ഇരുട്ടായതുകൊണ്ട് വ്യക്തമല്ല. ഇവിടെ ഒരു ചെറിയ മുറിയുണ്ട്. ഇതാണ് റിസപ്ഷൻ ഏരിയ. അത് ഒരു ഓഫീസും കൂടിയാണെന്ന് പറയാം. പഴയ മട്ടിൽ ഒരു രജിസ്റ്ററിൽ പേരും അഡ്രസ്സുമൊക്കെ എഴുതിക്കൊടുത്ത് പൈസയും നൽകി. അതിന്റെ രസീതും ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അയാൾ താക്കോലും തന്നു.
ഞങ്ങൾ ബാഗുമായി മുറി കണ്ടുപിടിക്കാനായി ആ പുതിയ ബ്ലോക്കിലേക്ക് നടന്നു. പുതിയ ബ്ലോക്ക് ഇരുട്ടായതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അതിന്റെ പല ഭാഗങ്ങളും കാണുമ്പോൾ ഒരു മോഡേൺ കൺസ്ട്രക്ഷനാണെന്ന് മനസ്സിലായി. അതിന്റെ സ്റ്റെയർ കേസും കളർ സ്കീമും വരാന്തയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അതൊരു മോഡേൺ നിർമ്മിതിയാണെന്ന്. ഒരു വശത്ത് മുള കൊണ്ടാണ് ഭിത്തി പണിതിരിക്കുന്നത്. എനിക്കുള്ള മുറി ആദ്യം തന്നെ പ്രേം പോയി തുറന്നു. പുറത്തുനിന്ന് കണ്ടതുപോലെയല്ല, സുന്ദരമായ മുറി. എയർ കണ്ടീഷൻ ചെയ്ത് തണുപ്പിച്ചിട്ടിരിക്കുകയാണ്. ഭിത്തിയിൽ പെയിന്റിങ്ങുകൾ, നല്ല കർട്ടൻ, നല്ല ബെഡ്, ഗംഭീരമായൊരു മുറി. ഈസ്റ്റ് തിമോറിൽ ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിഗംഭീരമായ ടോയ്ലറ്റും. ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് നടന്നു. ഈ റെസ്റ്റോറന്റും കൊളോണിയൽ കാലത്തെ ഒരു നിർമ്മിതിയാണ്. ഞങ്ങൾ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ 1-2 പേർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓലമേഞ്ഞ ഒരു കെട്ടിടമാണ്. തടി വിരിച്ച നിലം, തടി കൊണ്ട് തന്നെ നിർമ്മിച്ച മേൽക്കൂര, തടി തൂണുകൾ, മരമാണ് യഥേഷ്ടമായി ഉപയോഗിച്ചിരിക്കുന്നത്. സുന്ദരമായ ഒരു ആംബിയൻസ്. കൊളോണിയൽ ശൈലി നിലനിർത്തിയിട്ടുണ്ട്. അതിന്റെ പുറത്തിരുന്നും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ അത്താഴം കഴിച്ചു. ചോറും ചിക്കനും മത്സ്യവുമൊക്കെയായിരുന്നു വിഭവങ്ങൾ. അടുത്ത ദിവസം പ്രഭാതം. നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്കാണ് ഉണർന്നെണീറ്റത്. ധാരാളം വീടുകൾ അതിന്റെ പരിസരങ്ങളിലുണ്ട്. ഇന്നലെ വരുമ്പോൾ ഇരുട്ടായിരുന്നതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിലെ വൃക്ഷലതാദികളൊക്കെ തന്നെയാണ് ചുറ്റും കാണുന്നത്. ഞാൻ ആ ഹോട്ടലിന്റെ വരാന്തയിലൂടെയൊക്കെ ഒന്ന് നടന്നു. ഗംഭീരമായ ഒരു ആർക്കിടെക്ചറാണത്. ആർക്കിടെക്ട് മിടുക്കനാണ്. ഇങ്ങനെ ഒരു ചെറിയ രാജ്യത്ത് ഇത്രയേറെ കൺസെപ്റ്റുകളുള്ള ആർക്കിടെക്റ്റുമാരുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഒരു വശത്ത് മുളയുടെ മറ, ഇടതുവശത്ത് കറുത്ത ടൈലുകൾ ഒട്ടിച്ച് വുഡൻ ഫിനിഷ് നൽകിയ ഭിത്തി. സ്റ്റെയർ കേസും വ്യത്യസ്തമായൊരു രീതിയിലാണ് പണിതിരിക്കുന്നത്. സർക്കുലർ സ്റ്റെയർ ആണ്. അതിന്റെ തൊട്ടു താഴത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയുണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ബോക്സ് ഷേപ്പിലാണ് അത് പണിതിരിക്കുന്നത്. അവിടെ ഇട്ടിരിക്കുന്ന ഫർണിച്ചറുകളും മോഡേൺ ആണ്. അതായത് കണ്ടംപററി ശൈലിയിൽ. ഈസ്റ്റ് തിമോറിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര ആർക്കിടെക്ചറൽ ശൈലിയിലാണ് ഈ ഹോട്ടലിന്റെ നിർമ്മാണം. ഇന്റീരിയർ ഡിസൈനിങ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. കെട്ടിട നിർമ്മാണത്തിലെ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ലോകത്തേത് രാജ്യത്ത് പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാറുമുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഹോട്ടലിന്റെ മുൻഭാഗത്തെ കാഴ്ച ഇതാണ്. ഇത് റെസ്റ്റോറന്റിന്റെ മേൽക്കൂരയാണ്. നമ്മൾ ഇന്നലെ രാത്രി അത്താഴം കഴിച്ച അതേ റെസ്റ്റോറന്റ്. അതിന്റെ പകലത്തെ കാഴ്ച ഇതാണ്. മുഴുവൻ മരം കൊണ്ട് പണിത കെട്ടിടം. മരമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പനന്തടി തൂണുകളാക്കി നാട്ടി നിർത്തിയിരിക്കുന്നു. നിലത്തും മരം. ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി. പ്രത്യേകിച്ചൊന്നും പറയേണ്ട. ഇവിടെ ഒരു സെറ്റ് മെനു ഉണ്ട്. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ബണ്ണ് പോലുള്ളൊരു സാധനമാണ്. മധുരമില്ലാത്ത ബണ്ണ്. അടുത്തതായിട്ട് കാപ്പി കൊണ്ടുവന്നു. ഞാൻ ആ കാപ്പി കപ്പിലേക്ക് ഒഴിച്ചു. പിന്നെ പാലും ചേർത്തു. ഭക്ഷണത്തിൽ ചൂടുള്ള ഏക വിഭവം മുട്ടയാണ്. ഞങ്ങൾ ബണ്ണിനകത്ത് മുട്ടയും വെച്ച് അല്പം ബട്ടറുമൊക്കെ പുരട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആഘോഷമാക്കി. പുറത്തിറങ്ങുമ്പോഴേക്കും ജോൺ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അയാൾ ഹോട്ടലിലെ ജീവനക്കാരിയോട് ചോദിച്ച് ഇന്ന് പോകേണ്ട വഴികളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും പ്രേമും ബാഗുമൊക്കെ എടുത്ത് റെഡിയായി വന്നു. നമുക്കിനി പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് ദില്ലി പട്ടണത്തിലേക്കാണ് വൈകുന്നേരത്തോടെ എത്തേണ്ടത്. പക്ഷെ പോകുന്ന വഴിക്ക് മറ്റു ചില മലമ്പ്രദേശങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കാണണം. കാറിനകത്തേക്ക് ചെന്നു കയറി. ജോണിന്റെ മുഖത്ത് നിന്ന് ചിരി ഒരിക്കലും മായാറില്ല. ഇന്നലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണത്. അത് പിന്നിട്ട് ബൗക്കാവുവിന്റെ പ്രധാന തെരുവിലേക്ക് കയറിയിരിക്കുന്നു. ആ തെരുവിലൂടെ പോകുമ്പോൾ പോർച്ചുഗീസ് കൊളോണിയൽ കാലത്തെ പല കെട്ടിടങ്ങളും അവിടെ കാണാം. വലിയ മരങ്ങളുടെ തണലുകളിൽ വെറുതെ സമയം കളഞ്ഞിരിക്കുന്ന ആളുകളുടെ കാഴ്ചകളുമുണ്ട് രാവിലെ തന്നെ. വീണ്ടും താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇവിടെ രസകരമായ ഒരു കാഴ്ചയുണ്ട്. ഒരു സ്വാഭാവിക നീരുറവയിൽ നിന്ന് വെള്ളം വന്ന് നിറഞ്ഞുകിടക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ. അതിവിടുത്തെ പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. അവിടം പിന്നിട്ട് ചെല്ലുന്നത് ബൗക്കാവു കത്തീഡ്രലിന് മുന്നിലേക്കാണ്. അവിടെ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിച്ചെന്നു. പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ പള്ളിയേക്കാൾ പ്രാധാന്യത്തോടെ അവിടെ വലിയൊരു മണ്ഡപം പണിതു വെച്ചിട്ടുണ്ട്. ഇവരുടെ പരമ്പരാഗത ഉമാലുളിക്കിന്റെ ആകൃതിയിൽ പണിതിരിക്കുന്ന ഒരു മണ്ഡപം.
ഇതാണ് ബൗക്കാവുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ സെയിന്റ് ആന്റണി കത്തീഡ്രൽ. ബൗക്കാവു രൂപതയുടെ ആസ്ഥാന ദേവാലയമാണത്. ബൗക്കാവു രൂപതയുടെ കീഴിൽ നിരവധി ആശുപത്രികൾ, സ്കൂളുകൾ, ടീച്ചർ ട്രെയിനിംഗ് കോളേജ് ഇങ്ങനെ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലന, സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൊക്കെ സഭയുടെ സാന്നിധ്യം വളരെ പ്രകടമാണിവിടെ. അങ്ങനെ യാത്ര ചെയ്തെത്തുന്നത് പോർച്ചുഗീസ് കാലത്തെ പഴയ മാർക്കറ്റ് ഏരിയയിലേക്കാണ്. ഈ കെട്ടിടം കണ്ടാൽ ഒരു കൊട്ടാരം പോലെ തോന്നും നമുക്ക്. പക്ഷേ ഇതൊരു ചന്തയായിരുന്നു, മെക്കാഡോ എന്നറിയപ്പെടുന്ന ചന്ത. ഇതിനുള്ളിലൊന്ന് കയറണം. ഇതിപ്പോൾ ഒരു കൺവെൻഷൻ സെന്ററായി മാറിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ജോണിന് വലിയ നിശ്ചയമൊന്നുമില്ല. പ്രേമിനും വലിയ ധാരണയില്ല. ഞങ്ങൾ ഇതിന്റെ എൻട്രൻസ് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അങ്ങനെ ഓടി ഞങ്ങൾ തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റുള്ള ഒരു ഭാഗത്തേക്കെത്തി. ഇതുവഴി അകത്ത് കയറാമെന്നാണ് പ്രതീക്ഷ. മെർക്കാഡോ മുനിസിപ്പൽ ഡി ബൗക്കാവു എന്നറിയപ്പെടുന്ന കെട്ടിടം, അതായത് മുനിസിപ്പൽ മാർക്കറ്റ് ഓഫ് ബൗക്കാവു. ഇതൊരു ഹിസ്റ്റോറിക് പോർച്ചുഗീസ് കൊളോണിയൽ ശൈലി നിർമ്മിതിയാണ്. പഴയ പബ്ലിക് മാർക്കറ്റ്. ഈ മാർക്കറ്റിന് മുൻഭാഗം അതിവിശാലമായൊരു ഉദ്യാനമാണ്. ഗംഭീരമായിട്ടത് പരിപാലിക്കുന്നൊന്നുമില്ല. ബൗക്കാവുവിന്റെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന അർമാൻഡോ എഡ്വേഡോ പിന്റോ കൊറേറ, അദ്ദേഹത്തിന്റെ കാലത്ത് 1932 ഈ മാർക്കറ്റിന്റെ പണി പൂർത്തിയായത്. അക്കാലത്തെ ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു ഈ കെട്ടിടം. ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലുള്ള നിരവധി ചരിത്ര നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആഭ്യന്തര യുദ്ധകാലത്ത് തകർന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഈ മാർക്കറ്റ് കെട്ടിടം ഭാഗികമായിട്ട് തകർന്നുപോയി. 1975 വരെ അത് തകർന്ന നിലയിൽ തന്നെ കിടന്നു. പിന്നീടത് പുനരുദ്ധരിച്ചു. അതിനുശേഷം ദീർഘകാലം അത് മാർക്കറ്റായി പ്രവർത്തിച്ചില്ല. 1997 ബൗക്കാവുവിന്റെ ആദ്യ ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തെ തുടർന്നുള്ള സദ്യ ഇവിടെ വെച്ചായിരുന്നു. എന്നാൽ 1999 ഈസ്റ്റ് തിമോറിൽ നടന്ന റഫറണ്ടത്തിൽ അവർ സ്വതന്ത്ര രാജ്യമാകാൻ തീരുമാനിച്ചതും ഇന്തോനേഷ്യയിൽ നിന്ന് വേർപിരിയാൻ തീരുമാനിച്ചതും ഇന്തോനേഷ്യൻ പട്ടാളത്തെ പ്രകോപിതരാക്കി. ഇന്തോനേഷ്യൻ പട്ടാളം ഈ കെട്ടിടം ആകെ തകർത്തുകളഞ്ഞു. 2009 ഈസ്റ്റ് തിമോർ ഗവൺമെന്റ് ഇത് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് നിർമ്മിക്കാനായിരുന്നു തീരുമാനം. 2014 അതിന്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. പല തകർക്കലുകൾക്കും പല പുനർനിർമ്മാണങ്ങൾക്കും ശേഷം 2014 പണിതതാണ് ഇന്ന് കാണുന്ന കെട്ടിടം. ഞങ്ങൾ ഓൾഡ് പോർച്ചുഗീസ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി യാത്ര തുടരുകയാണ്. പുറമെ വലിയ കോട്ട പോലെ കാണപ്പെടുന്ന കെട്ടിടമാണിത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങളിനി നേരെ പോകുന്നത് ദില്ലി പട്ടണത്തിലേക്കാണ്. ഇവരുടെ തലസ്ഥാന നഗരമായ ദില്ലിയിലേക്ക്. ഉച്ചയ്ക്ക് മുൻപായിട്ട് ദില്ലിയിലെത്തിയിട്ട് ദില്ലിയിൽ നിന്ന് പിന്നെയും ഈസ്റ്റ് തിമോറിന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് യാത്ര ചെയ്യണം. അവിടുത്തെ മലനിരകളിലേക്ക് പോകണം. അവിടുത്തെ ഗ്രാമങ്ങളും ജീവിതവുമൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു സമതല പ്രദേശത്തു കൂടിയാണ്. ഇതാണ് ബൗക്കാവുവിലെ എയർപോർട്ടിന്റെ പ്രദേശം. ദില്ലിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിനേക്കാൾ വലിയ റൺവേ ഉള്ളത് ഇവിടെയാണ്. പൂട്ടി ഒരുക്കിയിട്ടിരിക്കുന്ന നെൽവയലുകൾ വിതയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കർഷകർ പലരും പാടത്തുണ്ട്. നെൽവയലുകൾ പൂട്ടി ഒരുക്കി വിതയ്ക്കാൻ ഒരുക്കിയിട്ടിരിക്കുന്ന കാഴ്ച ഒരു ദരിദ്ര രാജ്യത്ത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. പട്ടിണി മാറി വരുന്നതിന്റെ ഒരു സൂചനയാണല്ലോ അത്. ആടുകളുടെ വലിയ പറ്റങ്ങളെ റോഡിൽ കാണാം. ഇത് പലയിടത്ത് വെച്ചും നമ്മൾ കണ്ടു. പല പല ഗ്രാമങ്ങളും പിന്നിട്ട് ഇനി ദീർഘമായൊരു യാത്രയാണ്. ആ യാത്രയിലെ കാഴ്ചകളെല്ലാം ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതായതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. പക്ഷേ വ്യത്യസ്തമായ ചില ഗ്രാമങ്ങൾ, അവിടുത്തെ ചന്തകൾ, അതുപോലെ തന്നെ വെളിമ്പറമ്പുകളിലെ കരിമ്പനകൾ, അതൊക്കെ മടുക്കാത്ത കാഴ്ചകളാണ്. ഈസ്റ്റ് തിമോറിന്റെ ഉൾനാടുകൾ എങ്ങനെയിരിക്കുന്നുവെന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ പതിയുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ നാട്ടിലെ ഉൾഗ്രാമങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ ഗ്രാമഭരണ രീതികളെക്കുറിച്ചാണ്. ഗോത്രത്തലവനും പ്രധാന പുരോഹിതനും വലിയ ബഹുമാനം നൽകുന്നവരാണ് ഇവിടുത്തെ ജനത. ജനാധിപത്യ രീതി അനുസരിച്ച് ഈസ്റ്റ് തിമോറിലെ ഏറ്റവും താഴെയുള്ള ഭരണ സംവിധാനം അറിയപ്പെടുന്നത് സുക്കോ എന്നാണ്. നമ്മുടെ ഒരു ഗ്രാമസഭ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം.
ഓരോ സുക്കോയ്ക്കും ഒരു തലവനുണ്ടാകും. ഗ്രാമമുഖ്യനാണത്. ഗ്രാമത്തിലെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതും ഗ്രാമത്തിന്റെ ആവശ്യങ്ങൾ ഭരണതലത്തിലേക്ക് അറിയിക്കുന്നതുമൊക്കെ ഈ ഗ്രാമമുഖ്യനാണ്. സുക്കോയ്ക്ക് ഒരു കൃത്യമായ രൂപമുണ്ട്. ഓരോ ഗ്രാമത്തെയും ഉപഗ്രാമങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഗ്രാമസഭയിൽ ഉണ്ടാവുന്നത്. ഓരോ ഉപഗ്രാമങ്ങളിൽ നിന്നും 2 ചെറുപ്പക്കാരെയും 2 മുതിർന്നവരെയും ഗ്രാമസഭയിലേക്ക് തെരഞ്ഞെടുക്കണം. അതാണ് നിയമം. സുക്കോ യോഗം ചേർന്ന് ഗ്രാമത്തിന്റെ ആവശ്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യും. മുനിസിപ്പാലിറ്റിയാണ് ഗ്രാമസഭയ്ക്ക് മുകളിലുള്ള ഭരണസ്ഥാപനം. പണ്ട് ഈ നാട്ടിലുണ്ടായിരുന്ന ഗോത്രസഭകളുടെ മാതൃകയിലാണ് സുക്കോ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഗോത്രത്തിലെ ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഗ്രാമസഭയായ സുക്കോയും പ്രവർത്തിക്കുന്നു. ഇതേസമയം തന്നെ പാരമ്പര്യമനുസരിച്ചുള്ള ഗോത്രസഭകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ കാര്യത്തിൽ ഗവൺമെന്റ് തീരെ ഇടപെടാറില്ല. ഗോത്രത്തിൽ ഗോത്രമൂപ്പനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് പ്രധാന പുരോഹിതനും. ചിലപ്പോൾ 2 പദവിയും ഒരാൾ തന്നെ വഹിക്കാറുമുണ്ട്. ഗോത്രത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമായി മൃഗബലി നടത്തുന്ന വിഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ആട്, പന്നി മുതലായവയൊക്കെയാണ് ഇങ്ങനെ ബലി നൽകുന്നത്. രാജ്യത്തിന്റെ വടക്കുഭാഗത്തെ ബിയാക്കൌ എന്ന ഗ്രാമത്തിൽ 2012 നടന്ന ചില ഗോത്രചടങ്ങുകളും മൃഗബലിയുമൊക്കെ വലിയ വാർത്തയായിരുന്നു. ഒരു വലിയ മൈതാനത്ത് പാരമ്പര്യവേഷങ്ങളോടെ എല്ലാവരും ഒത്തുചേർന്ന് ഭൂമി ദേവതയെയും സമുദ്രദേവതയെയും പ്രീതിപ്പെടുത്താനുള്ള ചടങ്ങുകളാണ് നിർവഹിച്ചത്. പ്രധാന പുരോഹിതൻ ഒഹോനാറായി എന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് ആടിനെയും പന്നിയെയും ബലി നൽകി. അവയുടെ രക്തം ഭൂമിയിലും കൂടെ നിന്നവരുടെ തലയിലുമൊക്കെ തളിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പലവിധ ഗോത്രാചാരങ്ങൾ ഇപ്പോഴും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. കുടുംബബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് തിമോറികൾ. ഗ്രാമങ്ങളിൽ വലിയ കുടുംബങ്ങളായിട്ടാണ് അവർ വസിക്കുന്നത്. അച്ഛനും അമ്മയും അവരുടെ മക്കളും എന്ന് പറയുന്ന രീതിയിൽ ചെറിയ കുടുംബമായിട്ട് നഗരങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിലും ഇന്നാട്ടുകാരുടെ ഗോത്രമനസ്സ് അത്തരമൊരു ജീവിതത്തിന് എതിരാണ്. ആദ്യകാലത്ത് വിഭിന്ന ഗോത്രങ്ങളിലുള്ളവർ പരസ്പരം വിവാഹിതരാകുന്നത് സാധാരണമല്ലായിരുന്നു. ഗോത്രത്തിന്റെ രക്തശുദ്ധിക്ക് ഇവർ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വിവിധ ഗോത്രങ്ങളിലുള്ളവർ പരസ്പരം വിവാഹിതരാവാൻ തുടങ്ങി. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ വധു വരന്റെ ഗോത്രത്തിലേക്ക് ചേരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിവാഹത്തിന്റെ അവസരത്തിൽ വധുവിന്റെ കുടുംബം വരന് പലവിധ സമ്മാനങ്ങൾ നൽകുന്നൊരു പതിവുമുണ്ട്. കൃഷിഭൂമിയാണ് സാധാരണ നൽകുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് പലവിധ ആചാരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തുക്കുവോടമദാൻ എന്നൊരു ചടങ്ങോടെയാണ് വിവാഹാലോചന തുടങ്ങുക. വരന്റെ വീട്ടുകാർ പെണ്ണു ചോദിക്കുന്നതിനായിട്ട് ആദ്യമായി വധുവിന്റെ വീട്ടിലെത്തുന്ന ചടങ്ങാണത്. മുതിർന്നവർ പരസ്പരം സംസാരിച്ച് ഉടമ്പടി ഉറപ്പിച്ച ശേഷം മാത്രമേ വരന്റെ സംഘം വധുവിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണമോ പാനീയമോ കഴിക്കുകയുള്ളൂ. വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ വധുവിന്റെ വീട്ടുകാർ വരന് സമ്മാനങ്ങൾ നൽകും. അത് കഴിഞ്ഞ് വരനും വധുവും ഒരുമിച്ച് വിശുദ്ധ ഭവനമായ ഉമാലുളിക്കിൽ ചെന്ന് പിതൃക്കളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. പിന്നീട് വിവാഹം നടക്കുന്നതുവരെ പലവിധ ആചാരങ്ങളും ഉണ്ടാകും. സമ്മാനങ്ങളുടെ കൈമാറ്റമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. വിവാഹം കഴിക്കാത്തവരും കുട്ടികളില്ലാത്തവരുമായ പുരുഷന്മാരെ ഇവിടുത്തുകാർ മുതിർന്നവരായിട്ട് കണക്കാക്കാറില്ല. പല ചടങ്ങുകളിലേക്കും ഗോത്രത്തിന്റെ ആഘോഷങ്ങളിലേക്കുമൊന്നും അവർക്ക് ക്ഷണം ലഭിക്കുകയില്ല. ആദ്യകാലത്ത് ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും തിമോറിയൻ ഗോത്രങ്ങൾക്കിടയിൽ പതിവായിരുന്നു. എന്നാൽ ഇന്ന് അവ രണ്ടും ഗവൺമെന്റ് നിയമവിരുദ്ധമാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ബഹുഭാര്യാത്വം നിലനിൽക്കുന്നുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കുന്നതിൽ ഇവർ ഒരു വീഴ്ചയും വരുത്താറില്ല. നമ്മൾ മുതിർന്നവരെ ചേട്ടൻ എന്ന് വിളിക്കുന്നത് പോലെ ഇന്നാട്ടുകാർ മുതിർന്നവരെ പേരിനൊപ്പം മൗൻ എന്ന് ചേർക്കും. മാവോ എന്ന് വിളിച്ചാൽ ചേച്ചി എന്നാണ് അർത്ഥം. അങ്ങനെ പോകുമ്പോൾ കടൽ തീരത്ത് ഒരു യുദ്ധക്കപ്പൽ കരയിൽ കയറ്റി വെച്ചിരിക്കുന്നത് കാണാം. എന്തൊക്കെയോ റിപ്പയറിംഗ് വർക്കുകൾ നടക്കുകയാണ്. കടൽ തീരത്ത് റെസ്റ്റോറന്റുകളുടെ നീണ്ട നിര കാണാം. റോഡിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവെ പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ഈസ്റ്റ് തിമോർ. ഏറെക്കാലം പോർച്ചുഗലിന്റെയും പിന്നീട് ഇന്തോനേഷ്യയുടെയും അടിമത്വത്തിൽ കഴിഞ്ഞ നാടാണ്. അവരൊന്നും ഈ ദ്വീപിലെ ആളുകളുടെ വിദ്യാഭ്യാസം ഉയർത്തുന്നതിനു വേണ്ടി വലിയ ശ്രമമൊന്നും നടത്തിയിരുന്നില്ല. 1970-കളിലുണ്ടായിരുന്ന ഇന്തോനേഷ്യൻ അധിനിവേശത്തിൽ ഈസ്റ്റ് തിമോറിലെ 90% വിദ്യാലയങ്ങളും തകർത്തുകളഞ്ഞു.
പിന്നീട് പഠനമില്ലാത്ത കുറേ വർഷങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ യുണിസെഫ് പോലുള്ള സംഘടനകളുടെ സഹായത്തോടെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ പുരോഗമിക്കുന്നത്. ഭരണഘടനയനുസരിച്ച് ഈസ്റ്റ് തിമോറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാണ്. പക്ഷേ കുട്ടികൾ സ്കൂളിൽ എത്തുന്നില്ല എന്നതാണ് പ്രശ്നം. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇവിടെയും ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നത്. പക്ഷേ അവിടെയും അഡ്മിഷൻ തീരെ കുറവാണ്. പോർച്ചുഗീസ്, ടേറ്റം എന്നീ ഔദ്യോഗിക ഭാഷകളാണ് സ്കൂളിലെ പഠനമാധ്യമം. ഗോത്രഭാഷ സംസാരിക്കുന്ന കുട്ടികൾക്ക് ഈ രണ്ടു ഭാഷയും ഒരു നിശ്ചയവുമില്ലാത്തതുകൊണ്ട് സ്കൂളിലേക്ക് അവർ വരാറുമില്ല. ഏതാണ്ടൊരു 12:30 ആയതോടുകൂടി ഞങ്ങൾ ദില്ലി പട്ടണത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി ഈ നഗരം പിന്നിട്ട് മല കയറി ഗ്രാമങ്ങളിലേക്ക് പോകണം.